നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയും. അത് തന്നെ മിസ്റ്റർ മുഹമ്മദ് സാദിഖിനോടും ഞാൻ പറയുന്നു. പോയി പണി നോക്കണം മിസ്റ്റർ. ഫ്ലാഷ് ബാക്ക്. ചാനൽ ചർച്ച വെക്കുമ്പോൾ പങ്കെടുക്കുന്ന ആളുകളുടെ പൊസിഷൻ കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്റെ പേരിന് നേരെ SFI എന്ന് വെച്ചിട്ടുണ്ട്, KSU പ്രതിനിധിയുടെ പേരിന് നേരെ KSU എന്ന ആം ആദ്മി പ്രതിനിധിയും. ഇവിടെ അദ്ദേഹം വന്നിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേരിന് നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് വെച്ചിട്ടുള്ളത്. അദ്ദേഹം എന്ത് രാഷ്ട്രീയമാണ് നിരീക്ഷിക്കുന്നത്? ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കില്ല, അദ്ദേഹത്തിന്റെ വാദത്തെ മുൻനിർത്തിയാണ് എന്റെ ചോദ്യം. എന്ത് രാഷ്ട്രീയമാണ് ഇദ്ദേഹം നിരീക്ഷിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ പേരിന് നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് മാറ്റി സംഘി എന്ന് എഴുതി വെക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതൊരു അധിക്ഷേപമായി അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ. രാജ്യത്തെ മുതിർന്ന നേതാക്കൾ, CPIയുടെ നേതാവ് ആനി രാജു ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. ബജ്രംഗ് ദൾ അടക്കമുള്ള ഈ രാജ്യത്തെ RSSന്റെ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ അവർ വടിയെടുത്ത് ഈ സമരത്തിന് വന്ന ആളുകളെ തെരുവിൽ ആക്രമിക്കുക. നിങ്ങൾക്ക് എന്താണ് അധികാരം? അല്ലാതെ ഇന്ത്യ ഒരു പശു രാഷ്ട്രമായിട്ടല്ല, ഒരു ചാണക രാഷ്ട്രമായിട്ടല്ല, ഇന്ത്യ ഒരു വർഗീയ ഹിന്ദുത്വ രാഷ്ട്രമായിട്ടല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ വിഭാവനം ചെയ്തത്. ഇതെങ്ങനെ RSSന് മനസ്സിലാവാനാണ്? ഇന്ത്യ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ആൻഡമാനിലെ ജയിലിൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി കൊടുക്കുകയായിരുന്ന ആചാര്യമാരെ സ്ഥാപിച്ച RSSകാർ ഇന്ന് ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരെ, മതന്യൂനപക്ഷങ്ങളെ എന്താണ് മതേതരത്വം എന്ന് പഠിപ്പിക്കും. മിസ്റ്റർ സാദിഖ്, എനിക്ക് നല്ല വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ വരുന്നത്. കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും റെപ്രസെന്റ് ചെയ്തല്ല വരുന്നത്. പക്ഷേ എനിക്ക് എന്റേതായ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഞാൻ പറയുകയും ചെയ്യും. എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ലേബലിൽ വരുന്നവർക്ക് മാത്രമേ ഇവിടെ രാഷ്ട്രീയം പറയാൻ പാടുള്ളൂ എന്നൊക്കെ തിട്ടൂരം ഇറക്കിയാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയുള്ളൂ. എനിക്ക് രാഷ്ട്രീയമുണ്ട്. എന്തുകൊണ്ടാണ് എന്നെ BJP എന്നോ RSS എന്നോ ഒക്കെ വിശേഷിപ്പിക്കാതെ പറഞ്ഞാൽ RSS BJP എന്നെ ഈ പണി ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ എന്റേതായ രീതിയിലാണ്, ഒരു സ്വതന്ത്ര വ്യക്തി എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഒരു സ്വതന്ത്ര വ്യക്തിക്ക് ഈ നാട്ടിൽ ഇഷ്ടമുള്ള രാഷ്ട്രീയവും ഇഷ്ടമുള്ള ആദർശവും പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയും. അത് തന്നെ മിസ്റ്റർ മുഹമ്മദ് സാദിഖിനോടും ഞാൻ പറയുന്നു. പോയി പണി നോക്കണം മിസ്റ്റർ. വിദ്യാർത്ഥി സംഘടനകളുടെയും യുവസംഘടനകളുടെയും ഒക്കെ വേഷം കെട്ടി ഇവിടെ വന്ന് ഈ ചാനൽ ഫ്ലോറിൽ ഇരുന്ന് ഗോഗോ പറയുന്ന ഒറ്റ എണ്ണത്തിന് ഒരു മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അവരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടോ ആണ് ഇവർക്ക് തന്നെ അറിയാം ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഒച്ച വെച്ച് കഴിഞ്ഞാൽ ആരോട്ട് കേൾക്കാനുമില്ല. അതുകൊണ്ടാണ് ഇവർക്ക് നിവൃത്തിയില്ലാതെ ഇപ്പോൾ ഈ പാർട്ടികളുടെ ചിറകിൽ ഒഴിക്കേണ്ടി വരുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ശരി, ഒരു പ്രക്ഷോഭം നയിക്കാനോ തെരുവിലിറങ്ങാനോ പ്രക്ഷോഭം നയിക്കാനോ ഈ സർക്കാരിനെ താഴെ ഇറക്കാനോ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇവരെ കൊണ്ട് കൊള്ളില്ല. ഇവരെ കൊണ്ട് ഈ പണി നടക്കില്ല. ഇതേപോലെ ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് ഗോപുവ വിളിക്കാനും വൃത്തികേട് പറയാനും അല്ലാതെ ഈ സാധനങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.